Nepal money. I'm a fool for your love. Hello, welcome to my channel Malugaans. അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പൊക്കാടത്തിലാണ്. നമ്മൾ ഇവിടെ നിന്ന് പോകാൻ പോകുന്നത് പെവാ ലേക്കിലേക്കാണ്. അത് ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പം ഇതുവരെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് പൊക്കാറിൽ നിന്നും പെവാ ലേക്കിലൊക്കെയുള്ള ബസ്സിൽ കയറിയിരിക്കുകയാണ്. അപ്പം ബസ്സിന് ഇവിടുന്ന് കയറി ഏകദേശം 2.5 കിലോമീറ്ററോളം തോന്നുന്നു, കറക്റ്റ് അറിയത്തില്ല, പോയാലും നമുക്ക് എടുക്കുള്ളൂ. അപ്പോൾ നമ്മളുടെ കൂട്ടുകാർ ഇതുവരെ 4 പേരായിരുന്നു. അപ്പോൾ വീണ്ടും 2 പേരും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്വന്തം റിയാസും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം നെഹാസുമാണ് നമ്മളിപ്പോൾ ജോയിൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ബാക്കി ഇരിപ്പുണ്ട്. റിയാസ് എത്തിയിരിക്കുകയാണ്. അങ്ങനെ റിയാസും നെഹാസും കൂടി നേരത്തെ ഫ്ലൈറ്റിൽ കയറി വന്നു. നമ്മുടെ പാപ്പിയുടെ ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ബേബിയുടെ ഇരിപ്പുണ്ട്. നെഹാസിങ് എത്തിയിരിക്കുകയാണ്. നെഹാസിന് രാവിലെ എത്തിയുള്ളൂ. 2 പേരും ഇന്ന് നേരത്തെ നെഹാസിന് നമുക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ, പഴയ വീഡിയോകളിലൊക്കെ നിങ്ങൾക്ക് കാണാവുന്നേ ഉള്ളൂ. നമ്മുടെ മൂസിനുണ്ട്. അപ്പം നമ്മൾ വീണ്ടും പെവാ ലേക്കിലേക്കുള്ള യാത്രയാണ് ഇവിടുന്ന് ആരംഭിക്കുന്നു. അങ്ങനെ നമ്മളുടെ വണ്ടി യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. പെവാ ലേക്കിലേക്ക് നമ്മളിപ്പോൾ പോകാൻ നിൽക്കുകയാണ്. നമ്മൾ പൊക്കാറ റൂട്ടാണ്. ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ദീനഹാസ് ടിക്കറ്റ് എടുക്കാത്ത കാരണം സമ്മതിക്കില്ല. നീ എടുത്തില്ല? എത്രയാ ടിക്കറ്റ്? 50. നേപ്പാൾ മണീസ്. നേപ്പാൾ മണീസ്. നമ്മളിപ്പോൾ പെവാ ലേക്കിന് അവിടെ എത്തിയിരിക്കുകയാണ്. പെവാ ലേക്കിനടുത്തി അത്യാവശ്യം ജനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടൂറിസ്റ്റുകൾ എനിക്ക് വന്ന് ഉച്ച കഴിയുമ്പോഴൊക്കെയാണ് ആൾക്കാർ കൂടുന്നത്. ഇറങ്ങാറോ? അവിടെ എവിടെ ഇറങ്ങുന്നത്? നമുക്ക് ഇതാണ് പെവാ ലേക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ലേക്കിൻ്റെ നിയറായിട്ട് ഒരു റൂം തപ്പാൻ വേണ്ടി ഇറങ്ങിയാണ് നമ്മളിപ്പോൾ. പൊക്കാറാണ് നമ്മളിപ്പം ഈ പെവാ ലേക്കിലൂടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ ഭാഗത്ത് എവിടെയെങ്കിലും റൂം കിട്ടുമെന്ന് നോക്കണം. അതാണെങ്കിൽ നമുക്ക് വൈകിട്ട് സൈറ്റ് സീനൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ വണ്ടി ഇപ്പോൾ ഇവിടെ ഒതുക്കും തോന്നുന്നു. നമ്മൾ പെവാ ലേക്കിലോട്ട് ഇറങ്ങുകയാണ്. വണ്ടി നിർത്തിയിട്ടുണ്ട്. നമസ്തേ. അങ്ങനെ ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ ഒരു പയ്യൻ വന്നു. അങ്ങനെ നോ പ്രോബ്ലം, വിൽ അഡ്ജസ്റ്റ്. അങ്ങനെ നമുക്ക് ഒരു പയ്യനെ കിട്ടി. അവൻ റൂം എടുത്തിട്ടെന്ന് പറഞ്ഞു. 1000 രൂപ നേപ്പാൾ മണി തൊട്ട് എയർപോർട്ട് റൂം ഉണ്ടെന്നാണ് പറയുന്നത്. നോക്കാം. എടാ വാറാം ദുഷ്ട. റൂം തേടി ഞങ്ങൾ തേരാപ്പാര പെവാ ലേക്കിനോടെ നേപ്പാൾ ചോക്ലേറ്റാ? സ്വീറ്റ്സാ? സ്വീറ്റ്സ്
താങ്ക് യു ബ്രോ. നമ്മളങ്ങനെ പവാലേക്കിനടുത്ത് റൂം നോക്കാൻ വേണ്ടി ആ പയ്യൻ നമ്മളുടെ മൂസിൻ പോയിട്ടുണ്ട്. ഈ ഭാഗത്ത് എവിടെയെങ്കിലും വന്ന റൂം നമുക്ക് നോക്കണം. നമ്മൾ നോക്കാം എവിടെ റേറ്റ് പറഞ്ഞ് കിട്ടും നോക്കാം. ഇവിടെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നല്ല സെറ്റപ്പ് കേട്ടോ. നമ്മൾ ഗോവയിലൊക്കെ പോയൊരു ഫീലാട്ടോ. അതേപോലെ സെറ്റ് ചെയ്തു. ഏത് കടയിൽ പോയാലും ലിക്കർ കിട്ടും കേട്ടോ. ഇവിടെ അതിന് മാത്രം ഒരു പഞ്ചില്ല. 2500 കൊടുത്ത് ലൈസൻസ് കിട്ടുമെന്ന് പറയുന്നത് ഇവിടെ ഇത് വിൽക്കാനുള്ള. നമ്മുടെ നാട്ടിലെ പോലെ ആൽമരച്ചുവട്ടിലിരിക്കുന്ന ചേട്ടന്മാർ. നമ്മളുടെ ഹോട്ടലിലേക്ക് പോകുന്ന ഹോട്ടലിൽ അവിടെ എടുത്ത് എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ പോയി നോക്കാം. അവിടെ പോയി നോക്കട്ടെ നല്ല റൂമാണോ അല്ലേന്നൊക്കെ നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പോയിട്ട് വരാം. നടക്ക ശരിക്കും നല്ല നടക്കുന്നത്. कितना दूर है? ज़्यादा दूर नहीं है. ഓ ഇതർ ബി. അപ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ആലിൻ്റെ അവിടെ നിന്ന് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് റൈറ്റ് പോവാം. പാസ് ചെയ്യുന്നുണ്ട്. അവർ വരുന്നുണ്ട്. അവർ കടന്നു വരുന്നു. നമ്മുടെ റൂം ഇവിടെ ആയിട്ടാണ് പറഞ്ഞത്. നമുക്ക് കയറി നോക്കാം. ये है ना सर जाएगा फूजी गेस्ट हाउस. हाँ उधर. हाँ ये नज़दीक पड़ता है. हाँ ഫ്യൂജി ഗസ്റ്റ് ഹൗസ്. ഓക്കെ നമ്മൾ താമസിക്കാൻ പോകുന്ന ഗസ്റ്റ് ഹൗസിൻ്റെ പേര് ഫ്യൂജി ഗസ്റ്റ് ഹൗസ് എന്നാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അവരെ ഓക്കെ താങ്ക് യു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഫ്യൂജി ഹൗസ് എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ ഗസ്റ്റ് ഹൗസ്. അപ്പോൾ നോക്കാം പോയിക്കൊള്ളാം എങ്ങനെയുണ്ടെന്ന്. ലേക്കിനടുത്ത് തന്നെ. അപ്പോൾ വൈകിട്ട് നല്ല രസമായിരിക്കും ഇവിടെ പോയി നിന്നാലേ. ഗൈസ് എല്ലാം വരുന്നുണ്ട്. നമ്മുടെ റൂം ഫ്യൂജി ഗസ്റ്റ് ഹൗസ് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്കിനി അകത്തേക്ക് കയറാം. കമോൺ. അപ്പോൾ നമ്മുടെ മൂസിന് ഓൾറെഡി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതാ ഡിന്നർ കഴിക്കാനുള്ള സ്ഥലം ഇവിടെ ആയിട്ട് കേട്ടോ. നോക്കട്ടെ റിസപ്ഷൻ ഇവിടെയാണ്. നമുക്ക് ലെറ്റ് മീ ചെക്ക്. ഇവിടെ യുവർ നെയിം മൂസിൻ ശല്യം. യെസ് ഐ വിൽ ചെക്ക് ഇറ്റ്. നമുക്ക് നമ്മുടെ റൂം നോക്കാം എങ്ങോട്ടും നോക്കാം. अभी बन रहा है सर ये रूम ठीक है. क्योंकि पूरा होटल ही पैक. हमारा हमेशा होटल पैक होता है क्योंकि नजदीक पड़ता है हमारा. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. आप लोग पूरा बेड जोड़ के सो गया तो सीजन हो जाएगा ठीक है. नहीं तो 2 रूम लेना पड़ता है. 2 रूम लेना तो आप लोग को पैसे भी ज्यादा എത്ര പറഞ്ഞേ? ആ മതി. രാത്രി ഒന്ന് കിടക്കാൻ വേണ്ടി. രാവിലെ നമ്മൾ പോകത്തില്ലയോ? इंडियन आप लोग 1000 എത്ര? 1500. അത് 150 അല്ലേ? नेपाली हो गया एनसी हो गया आप लोग का ये 9 ഇന്ത്യൻ एनसी അല്ലെങ്കിൽ വീണ്ടും പറ്റിയിട്ടാവും കഴിഞ്ഞ വർഷത്തോട്ട്. അങ്ങനെ നമ്മൾ ഈ റൂം കൺഫേം ആക്കി. 1400. എത്ര? 1000 എത്ര? എടാ എത്ര? 1000 എടാ എത്ര പറഞ്ഞ? 1500. 1500 നേപ്പാളി മണി. 9000 ആ സംതിങ് 900 സംതിങ് രൂപ വരും ഇന്ത്യൻ മണി. 1400 നേപ്പാൾ മണി. ഈ റൂമിൽ നമ്മൾ 6 പേർ കൂടെ. ഹലോ. അങ്ങനെ നമ്മൾ റൂമൊക്കെ എടുത്തു. നമ്മൾ എടുത്തേക്കുന്നത് ഫ്യൂജി ഗസ്റ്റ് ഹൗസിലാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. അപ്പോൾ റൂം എടുത്തു. നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നേരെ നമ്മൾ പുറത്തിറങ്ങി ഓൺ ദ സ്പോട്ട് തന്നെ എടുത്തു. എന്നതിന് ശേഷം നേരെ തൊട്ട് ഫ്രണ്ട് തന്നെ ഒരു റെൻറ്റ് കൊടുക്കുന്ന സ്ഥലമാണ്. അവിടെ ഞങ്ങൾ ജസ്റ്റ് വന്നു ഒരു 3 ബൈക്ക് റെൻ്റ് എടുക്കാൻ വേണ്ടി. ഞങ്ങൾ 6 പേരുണ്ട്. എടുത്തിട്ട് ഇവിടുത്തെ സൈഡ് സീൻ ചുമ്മാ കാണുന്നത്. ഇന്നൊരു ദിവസം നമുക്കെന്തെങ്കിലും ഒരു ചെറിയൊരു ഒഴിവുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ 3 ബൈക്ക് എടുത്തു. ആ 3 ബൈക്ക് ഇത് ഇവിടെ എടുത്തത്. അപ്പോൾ ഇവിടുന്ന് നമുക്കിനി അങ്ങോട്ടൊക്കെ പോകുന്നത് കാണാം. അപ്പോൾ അതേ നമ്മൾ എടുക്കുന്ന ഫ്യൂജി ഗസ്റ്റ് ഹൗസ് എന്ന് അവിടെ ആണ്. അവിടുന്ന് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ സൺറൈസ് എന്ന് പറഞ്ഞ അഡ്വഞ്ചർ ട്രാവൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവിടെ നിന്നാണ് നമ്മൾ സ്കൂട്ടി എടുത്തത്. നമ്മൾ ഇവിടെ എല്ലാം ഇന്നലെ ട്രാവൽ ചെയ്തായിരുന്നുണ്ടല്ലോ നിങ്ങൾ.
ഇവിടെ എല്ലാം നമ്മൾ പോയി. പെട്രോൾ ഈ കളറാണോ ഇവിടെ? ഓക്കെ, അപ്പോൾ നമുക്ക് അവർ വണ്ടിയിൽ പെട്രോൾ ഒഴിച്ചിട്ടാണ്. പൈസ അപ്പോൾ നമ്മൾ വണ്ടി എടുത്തു. വണ്ടി എത്രയാടാ പാപ്പി? നമ്മളിപ്പോൾ ഹാഫ് ഡേ ആണ് വണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഹാഫ് ഡേക്ക് വേണ്ടി 3 വണ്ടിക്കൂടെ 2200 നേപ്പാളിയാണ് പറയുന്നത്. നേപ്പാളി റുപ്പീസാണ് പറയുന്നത്. അതുപോലെ തന്നെ പെട്രോളിന് ഇവിടെ 178 നേപ്പാളി റുപ്പീസ്. കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടത്തേക്കാളും 10 രൂപ കൂടുതലാണ്. അങ്ങനെ ഒരാൾക്ക് ഇപ്പം 450 രൂപയോളം ആയിട്ടുണ്ട് വണ്ടിക്കും ഇന്ത്യൻ മണിയോ ചേർത്ത്. ഇന്ത്യൻ മണി, നേപ്പാൾ മണി. ഇന്ത്യൻ മണി എത്ര കാണും? ഇന്ത്യൻ മണി ഏകദേശം 200 ആയിക്കാണ്, 280 ആയിക്കാണ്, 290. ആ ലോഗ് കഴിഞ്ഞോ? അപ്പോൾ കാശ് നമ്മൾ വണ്ടി നോക്കുവാണ്, എന്തെങ്കിലും കുഴപ്പം വല്ലതും ഉണ്ടോ നോക്കാം. കാശ് അപ്പം നമുക്ക് വണ്ടി എടുക്കാം. ഏമേ എടുക്കുവാണോ? ദോ ഹെൽമെറ്റ്. ആ ഏക്ക് അപ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്ക് മാത്രം മതി ഇവിടെ ഹെൽമെറ്റ് കേട്ടോ, ഒരാൾക്ക് മാത്രം മതി. വണ്ടി എടുത്തു. അവിടുത്തെ നിയമമല്ല ഇവിടെ കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ട് വണ്ടി നിർത്തി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. അവിടുന്ന് പാർക്ക് ചെയ്തപ്പോൾ നമ്മളൊന്നും കഴിച്ചില്ല. എന്നാൽ പിന്നെ ഫുഡ് കഴിക്കാമെന്ന് കരുതി. എന്നാൽ പിന്നെ ഫുഡ് കഴിക്കാൻ പോകാം. റെസ്റ്റോറൻറ്റ് വന്നു, കയറി കഴിക്കാമെന്ന് കരുതി. അവന്മാർ ആദ്യമേ അകത്ത് കയറി കേട്ടോ. നമ്മൾ നോക്കാൻ എന്താ കഴിക്കാനുള്ളത്. അവിടെ കഴിക്കാൻ എന്തോ പറഞ്ഞേ? ഒരു വെജ് ഫ്രൈഡ് റൈസ്, ഒരു എഗ് ഫ്രൈഡ് റൈസ്, ഒരു ചിക്കൻ മൊമോസ്, പിന്നെ ഒരു ചിക്കൻ ചൗമീൻ. ചൗമീൻ, നൂഡിൽസ് ഫുഡൊന്നിരിക്കാണ്. മൊമോസ്, നമ്മുടെ ആഹാരത്തിലെല്ലാം കഴിഞ്ഞു. കഴിഞ്ഞോ? അപ്പം പറയാം. കറങ്ങിയോ? വാ ഇതിലല്ലോ. നമ്മളങ്ങനെ ബാറ്റ് കേവിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. വണ്ടി നമ്മളിവിടെ വെച്ചു. ഇനി നമ്മൾ നേരെ ബാറ്റ് കേവ് എന്ന് പറയുന്നത് ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോകണം. അപ്പം നല്ല മുമ്പോട്ട് പോയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് നോക്കാം. ആ കേവിനകത്തൊക്കെ കയറുമ്പോൾ ഒരുപാട് വവ്വാലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും പോയി നോക്കാം നമുക്ക്. സാധനങ്ങൾക്കൊക്കെ ഒടുക്കത്ത വില കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, അന്യ വിലയാണ്. ഞങ്ങളൊന്നും വാങ്ങിക്കാനേ എനിക്കുണ്ടോ. അങ്ങനെ ബാറ്റ് കേവിൻ്റെ വണ്ടി എത്തിയിരിക്കുകയാണ് നമ്മൾ. താഴെ 2 തിണ്ടികൾ. ഞങ്ങളെല്ലാവരും ഡാർക്ക് ഡ്രസ് ഒക്കെ എടുക്കുകയാണ്. എത്ര രൂപയാണ്? Stories, I'm a fool for your love.